ഡിവൈൻ സ്പാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുതലും വിശ്വസ്തതയും പ്രഖ്യാപിക്കുന്ന ഒരു മനോഹര സങ്കീർത്തനമാണ്. സങ്കീർത്തനം 31. ദാവീദ് എഴുതിയ ഈ സങ്കീർത്തനം വലിയ ക്ലേശകാലത്തും ദൈവത്തെ ആശ്രയിച്ച ഒരാളുടെ ഹൃദയത്തിൻ്റെ വിളിയാണ്. നാം പലപ്പോഴും ഭയത്തിലും നിരാശയിലും അലഞ്ഞു തിരിയുമ്പോൾ ഈ സങ്കീർത്തനം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മുടെ അഭയകേന്ദ്രം, നമ്മുടെ കോട്ട, നമ്മുടെ രക്ഷകനാണ് എന്നാണ്. സങ്കീർത്തനം 31 5-ാം വാക്യം: അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഈ വാക്കുകൾ വളരെ പ്രധാനമാണ്. യേശു സ്വയം ക്രൂശിൽ അവസാന നിമിഷങ്ങളിൽ ഉച്ചരിച്ച വാക്കുകൾ തന്നെയാണിവ. ലൂക്കാ 23-ാം 46 ഇത് രേഖപ്പെടുത്തുന്നു. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞവൻ ജീവൻ വെടിഞ്ഞു. അതിനാൽ ഈ സങ്കീർത്തനം നമ്മുടെ രക്ഷിതാവിൻ്റെ പ്രാർത്ഥനയെയും പ്രതിഫലിപ്പിക്കുന്നു. സങ്കീർത്തനം 31 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ദാവീദ് തുടങ്ങുന്നത് ഇങ്ങനെ: കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. ലജ്ജിക്കാൻ എനിക്കിടവരുത്തരുതേ. നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ. എൻ്റെ നേരെ ചെവി ചായ്ച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ. അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തിദുർഗവുമായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം. ദാവീദ് തൻ്റെ ജീവിതത്തിൽ അനേകം ഭീഷണികളും വഞ്ചനകളും നേരിട്ടു. എങ്കിലും അവൻ തിരിച്ചറിഞ്ഞു, യഥാർത്ഥ സുരക്ഷ കോട്ടകളിലും ആയുധങ്ങളിലുമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ഇന്നും നമ്മുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാകാം. ഉത്കണ്ഠ, കുടുംബ ബന്ധങ്ങളുടെ വിഷമങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങൾ. പക്ഷേ അഭയം ഒരേ സ്ഥലത്താണ്: ജീവൻ്റെ ദൈവത്തിൽ. ദൈവത്തെ അഭയമായി അറിയുന്നവർക്ക് പുറത്തുള്ള സാഹചര്യങ്ങൾ മാറിയാലും ഉള്ളിലെ സമാധാനം നഷ്ടമാകില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ ആത്മാവ് സുരക്ഷിതമാണ് എന്ന് രേഖപ്പെടുത്തുന്ന വചനങ്ങളാണ് സങ്കീർത്തനം 31 5-ാം തിരുവചനം. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഈ വാക്കുകൾ വിശ്വാസത്തിൻ്റെ ആഴമേറിയ പ്രഖ്യാപനമാണ്. ദാവീദ് തൻ്റെ ആത്മാവും തൻ്റെ ജീവിതവും ദൈവത്തിന് സമർപ്പിക്കുന്നു. യേശു കുരിശിൽ ഈ വാക്യം പ്രാർത്ഥിക്കുമ്പോൾ അത് പരാജയത്തിൻ്റെ ഭാഷയല്ലായിരുന്നു, അതൊരു വിശ്വാസത്തിൻ്റെ വിജയമായിരുന്നു. നമുക്ക് പഠിക്കേണ്ടത് ഇതാണ്: ജീവിതം നിയന്ത്രണാതീതമാകുമ്പോഴും അനിശ്ചിതമായ ഭാവിയെ നേരിടുമ്പോഴും നാം നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. അവൻ്റെ കൈകളിൽ സുരക്ഷയും വിശ്രമവും ഉറപ്പുമുണ്ട്. ദൈവത്തിൻ്റെ സ്ഥിരമായ വിശ്വസ്തതയെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ് 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്. ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദൃഷ്ടി ഈ ദാസൻ്റെ മേൽ പതിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. ദാവീദ് തൻ്റെ വർത്തമാനവും ഭാവിയും ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നാണ് പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പലപ്പോഴും അനിശ്ചിതമാണ്. ചില ദിവസങ്ങൾ സന്തോഷത്തിലും വിജയത്തിലും നിറഞ്ഞിരിക്കും. ചില ദിവസങ്ങൾ വേദനയും നഷ്ടവും കൊണ്ട് നിറഞ്ഞിരിക്കും.
പക്ഷേ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതായത് നമ്മുടെ യാത്രയെ നിയന്ത്രിക്കുന്നത് ഭയമല്ല, പരിസ്ഥിതികളല്ല, ദൈവത്തിൻ്റെ സ്നേഹവും പദ്ധതിയുമാണ്. വിശ്വാസികൾക്ക് പ്രോത്സാഹനം നൽകുന്ന വചനങ്ങളാണ് 23-24 വചനങ്ങൾ. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ സ്നേഹിക്കുവിൻ. അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു, അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ദാവീദ് തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ നിരാശരാവുകയില്ല. കാത്തിരിക്കുന്നവർക്കായി അവൻ തൻ്റെ ദയ കാണിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തനം 31 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ അഭയം ദൈവത്തിൽ മാത്രമാണ് എന്നാണ്. നമ്മുടെ ആത്മാവും ഭാവിയും അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. സാഹചര്യങ്ങൾ മാറാം, പക്ഷെ ദൈവം മാറുന്നില്ല. ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ നിഴലിൽ വിശ്രമിക്കാം. അവൻ്റെ കരങ്ങൾ നമ്മുടെ ആത്മാവിനും ഹൃദയത്തിനും സമാധാനവും ശക്തിയും നൽകുന്നു. ഇന്ന് നാം എല്ലാവരും ദാവീദിനെ പോലെ പ്രഖ്യാപിക്കട്ടെ: കർത്താവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയം കണ്ടെത്താം. അത് നമ്മുടെ ഇന്നത്തെ പോരാട്ടങ്ങൾക്കും നാളത്തെ പ്രത്യാശയ്ക്കും ഉറപ്പായ അടിസ്ഥാനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അഭയത്തിലും ആശങ്കയിലും അലഞ്ഞു തിരിയുമ്പോൾ അവിടുത്തെ സ്നേഹമുള്ള കരങ്ങളിൽ നമ്മുടെ ആത്മാവിനെ ഏൽപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സങ്കീർത്തനം 31 വാഗ്ദാനങ്ങളിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കുകയും ഞങ്ങളിൽ ധൈര്യവും സമാധാനവും നിറയ്ക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.